യേശുവേ, അവിടുത്തെ സാന്നിധ്യം വിശ്വസിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. അവിടുന്ന് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എന്നെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കൂടിയുണ്ട്. ഇനി അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങ് ജീവിച്ചിരുന്നപ്പോൾ അനേകർ അങ്ങയോട് പറഞ്ഞു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞാനും പറയുന്നു, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെയും സുഖപ്പെടുത്താൻ കഴിയും. എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. എന്നെ അനുഗ്രഹിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ബന്ധനം. ബന്ധനം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരിക പൈശാചിക ബന്ധനത്തെ പറ്റിയാണ്. തീർച്ചയായിട്ടും പൈശാചിക ബന്ധനം ഒരു ബന്ധനമാണ്. പക്ഷേ അതുകൂടാതെ പല തരത്തിലുള്ള ബന്ധനങ്ങൾ നമുക്കുണ്ട്. ഉദാഹരണത്തിന് ശരീരത്തിലെ രോഗങ്ങളും വിട്ടുമാറാത്ത തളർച്ചയും ക്ഷീണവുമൊക്കെ ഓരോ ബന്ധനങ്ങളാണ്. മനസ്സിൻ്റെ ഭാരം ഒരു ബന്ധനമാണ്. മനസ്സിൻ്റെ ഭാരം രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, കഴിഞ്ഞകാല ദുഃഖങ്ങൾ, മനസ്സിലുണ്ടാക്കിയ മുറിവുകളുടെ നൊമ്പരം, നിരാശയും സങ്കടവും കുറ്റബോധവും അപകർഷതാബോധവും വെറുപ്പും നിസ്സംഗതയും വാശിയുമൊക്കെ അത്തരത്തിലുള്ള ബന്ധനങ്ങളാണ്. മനസ്സിലുള്ള മറ്റൊരു ബന്ധനമാണ് ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാക്കുന്ന ബന്ധനം. അമിതമായ ഭയം, ഉത്കണ്ഠ, ആകുലതകൾ എന്നിങ്ങനെയൊക്കെ. അതോടൊപ്പം നമ്മുടെ ബുദ്ധിയിൽ ബന്ധനങ്ങളുണ്ട്. തെറ്റിദ്ധാരണകൾ, മുൻവിധികൾ, ആത്മീയമായ അറിവിൻ്റെ കുറവ്, ഇതൊക്കെ ബന്ധനമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന മേഖലയിൽ ബന്ധനങ്ങളുണ്ട്. വായിച്ചാൽ മനസ്സിലാവില്ല, പഠിച്ചത് മറന്നു പോകുന്നു, പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ അമിതമായ ഭയമുണ്ടാകുന്നു, പഠിച്ചതുകൂടി എഴുതാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഇങ്ങനെയുള്ള ബന്ധനങ്ങളുണ്ട്. അപ്പോൾ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ആത്മാവിലും ബന്ധനമുണ്ട്. വിശ്വസിക്കാൻ പറ്റാതെ വരിക, ദൈവസ്നേഹം കുറയുക, ദൈവത്തെ സംശയിക്കുക, ആത്മീയമായ മരവിപ്പുണ്ടാവുക, അതൊക്കെ ആത്മീയ ബന്ധനങ്ങളാണ്. ഇതിനു പുറമെ കുടുംബ ബന്ധങ്ങളിൽ ബന്ധനങ്ങളുണ്ടാകാം. സാമ്പത്തിക മേഖലകളിൽ ബന്ധനമുണ്ടാകാം. സാമ്പത്തിക പുരോഗതിയില്ല, എന്ത് ചെയ്താലും പരാജയപ്പെടുന്നു, വിട്ടുമാറാത്ത കടബാധ്യതകൾ, കാർഷിക മേഖലയിൽ ബിസിനസ് മേഖലയിലൊക്കെ പരാജയങ്ങൾ, കൃഷിനാശം, ഇങ്ങനെയൊക്കെയുള്ള ബന്ധനങ്ങളുണ്ട്. ശാപത്തിൻ്റെ ബന്ധനങ്ങളുണ്ടാകാം. പൈശാചിക ബന്ധനങ്ങളുണ്ടാകാം. അപ്പോൾ പല തരത്തിലുള്ള ബന്ധനങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഈ എല്ലാ തരത്തിലുമുള്ള ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാനായിട്ട് യേശു ക്രിസ്തുവിന് കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ
യേശു ക്രിസ്തുവിന് കഴിയും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റാർക്കും കഴിയാത്തത് യേശുവിന് കഴിയും. അല്പം മുമ്പ് പാടിയ പാട്ടിലും ഒരുപക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ച് കാണും. ദൈവം ഒരു വാതിൽ തുറന്ന അത് തുറന്നു, മറ്റാർക്കും അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിന് അടഞ്ഞ വാതിലുകൾ തുറക്കാൻ പറ്റും, പുതിയ വാതിലുകൾ വെച്ചു തരാൻ പറ്റും, പുതിയ വഴികൾ കാണിച്ചു തരാൻ പറ്റും, അടഞ്ഞ വഴികളെല്ലാം തുറന്നു തരാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ സമയത്ത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ ബന്ധനങ്ങളുടെ മേഖലകളെ സമർപ്പിച്ച് കർത്താവായ യേശുവിലൂടെ ഒരു വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും നമുക്ക് ഒരുക്കാം. സാധിക്കുമെങ്കിൽ അല്പസമയം നമുക്ക് കണ്ണുകൾ അടച്ചിരിക്കാം. അപ്പം കുറച്ചൊരു ഏകാഗ്രത കിട്ടും. അല്ലെങ്കിൽ യേശുവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ആദ്യമായി നമ്മുടെ ശരീരത്തിലുള്ള പലതരത്തിലുള്ള ബന്ധന അവസ്ഥകളെ നമുക്ക് സമർപ്പിക്കാം. പലതരം രോഗങ്ങളുള്ളവരിവിടെയുണ്ട്. ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ, പണമില്ലാത്തതുകൊണ്ട് ചികിത്സിക്കാത്ത രോഗങ്ങൾ, ചികിത്സിച്ച് മടുത്ത് മനസ്സും മടുത്ത് ചികിത്സ പോലും ഉപേക്ഷിച്ച രോഗങ്ങൾ, നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ. പക്ഷേ ഇതെല്ലാം കർത്താവായ യേശുവിനറിയാം. യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ ഈ രോഗങ്ങൾക്ക് കീഴടങ്ങാൻ യേശുവിൻ്റെ നാമത്തിന് കരുത്തുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പ്രാർത്ഥിച്ചത്, പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ നസറായനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതിന് വേണ്ടി അവിടുത്തെ വലതുകരം നീട്ടണമേ. പത്രോസ് അത്രയും പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിച്ചു. അവരിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ശരീരത്തെ രോഗമുണ്ടെന്ന് കരുതുന്ന എല്ലാവരും ഇപ്പോൾ ഈശോയുടെ നേരെ ഒന്ന് കരങ്ങൾ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക. എത്രയോ പേര് യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശുവിൻ്റെ നേരെ കരം നീട്ടി പ്രാർത്ഥിച്ചു, ദാവീദിൻ്റെ പുത്ര എന്നോട് കരുണ തോന്നണമേ, ദാവീദിൻ്റെ പുത്ര എന്നോട് കരുണ തോന്നണമേ. ആരൊക്കെ അങ്ങനെ യേശുവിനെ വിളിച്ചുവോ അവരുടെ എല്ലാം നിലവിളിയുടെ ശബ്ദം യേശുവിൻ്റെ കാതുകളിലെത്തി. നടന്നു പോവുകയായിരുന്ന യേശു അവിടെ നിന്നു. ആരാണ് എന്നെ വിളിച്ചത്? എന്താണ് കാര്യം? നിനക്കെന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. വേദനയുടെ വിളിയുടെ കാര്യം പറയാൻ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു. അവരത് പറഞ്ഞു. അവരുടെ ദുഃഖം അവർ പറഞ്ഞു, അവരുടെ രോഗം അവർ പറഞ്ഞു, അവരുടെ സങ്കടം അവർ പറഞ്ഞു. എന്നിട്ട് അവിടുത്തെ പ്രത്യാശയോടെ നിന്നു. കർത്താവ് കരം നീട്ടി അവരെ തൊട്ടു. കർത്താവിൽ നിന്ന് അവരിലേക്ക് സൗഖ്യത്തിൻ്റെ ശക്തി കടന്നു ചെന്നു. അവർക്ക് സൗഖ്യം കിട്ടി. പ്രിയപ്പെട്ടവരെ, ഈശോ ആരെയെല്ലാം തൊട്ടുവോ അവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. ഈശോയെ ആരെല്ലാം തൊട്ടുവോ അവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, രോഗിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ മേലുള്ള എൻ്റെ ശരീരത്തിലുള്ള രോഗത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും ഇപ്പോൾ അവിടുന്ന് അഴിച്ചു കളയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ നസറായനായ യേശുവിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നസറായനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ യേശുവേ, അവിടുത്തെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി അത്ഭുതകരമായ രോഗശാന്തിക്ക് വേണ്ടി, ശരീരത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സർവരുടെ മേൽ കർത്താവേ, നിന്റെ സൗഖ്യത്തിന് കരം തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിലെ രോഗപീഠകൾ നിങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ കാരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് യേശുനാമത്തിൽ നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ
യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചികിത്സിക്കാത്ത രോഗങ്ങൾ, ചികിത്സിച്ച മടുത്ത രോഗങ്ങൾ എല്ലാം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗപീഠകളും യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, നിന്നിൽ നിന്ന് പുറപ്പെടുന്ന സൗഖ്യദായകമായ ശക്തി ഇപ്പോൾ അവരുടെ ശരീരത്തിലേക്ക് കടന്നു ചെല്ലട്ടെ. കർത്താവേ, ഒരു മെഴുകുതിരിൽ നിന്ന് പ്രകാശം കടന്നു എന്ന് അന്ധകാരത്തിൽ വ്യാപിക്കുന്നത് പോലെ കർത്താവേ, നിന്നിൽ നിന്ന് പുറപ്പെടുന്ന സൗഖ്യദായകമായ ശക്തി എല്ലാ രോഗികളുടെ മേൽ ഇപ്പോൾ പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നസറായനായ യേശുവിന്റെ അടയാളങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുനാമത്തിൽ, 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 യേശുനാമത്തിൽ. പ്രിയപ്പെട്ടവരെ, മനസ്സിൽ ബന്ധനങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. നമ്മളെല്ലാവരിലും നിരാശയുണ്ടാകും, സങ്കടങ്ങളുണ്ടാകാം, ഉത്കണ്ഠയുണ്ടാകാം, വെറുപ്പുണ്ടാകാം, മറ്റുള്ളവരോട് തോന്നുന്ന നിരസങ്ങളുണ്ടാകാം, ഭാവിയെയോർത്തുള്ള ഭയവും ഉത്കണ്ഠയും ആകുലതകളൊക്കെ ഉണ്ടാകാം. അതിൻ്റെ കാരണങ്ങൾ വ്യത്യാസമായിരിക്കും, അതിൻ്റെ അളവ് വ്യത്യാസമുണ്ടാകും, അതിൻ്റെ പഴക്കത്തിനും വ്യത്യാസമുണ്ടാകും. അത് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരിലും അതുണ്ട്. പ്രിയപ്പെട്ടവർ, ഓർക്കുക, നമ്മളൊക്കെ ഈ ഭാരം വഹിക്കുന്നത് മനസ്സായിട്ടല്ല. കുറച്ച് ഭാരം വഹിച്ചേക്കാം എന്ന് വിചാരിച്ചല്ലല്ലോ നമ്മൾ ഈ ഭാരം വഹിക്കുന്നത്. ഈ ഭാരം നമ്മളെ വിട്ടു പോകുന്നില്ല. ഇത് ഏറ്റെടുക്കാൻ ആളില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിവൃത്തികേട് കൊണ്ട് നമ്മൾ ഈ ഭാരം വഹിക്കുന്നതാണ്. നിവൃത്തികേടോട് നമ്മൾ ഈ ഭാരം വഹിക്കുക. നമ്മൾ ഈ ഭാരം വഹിച്ച് തളരുന്നത് കണ്ടുകൊണ്ട് യേശു നമ്മളോട് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എപ്പോഴാണ് ആശ്വാസം കിട്ടുക? കർത്താവ് ഭാരം ഏറ്റെടുക്കുമ്പോഴാണ്, കർത്താവ് മുറിവിനെ സുഖപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ആശ്വാസം കിട്ടുക. അവിടെ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ ഹൃദയ ഭാരങ്ങളും കർത്താവിന് സമർപ്പിക്കാം. നമുക്ക് പറയാം, കർത്താവേ, ഇതാ ഞാൻ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാ എൻ്റെ മനസ്സിലെ ഭാരങ്ങൾ, ഇതാ അതിൻ്റെ കാരണങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ സങ്കടങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ ദുഃഖങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ നിരാശ, ഇതൊക്കെയാണ് എൻ്റെ ആകുലതകൾ, ഇതൊക്കെയാണ് എൻ്റെ ഉത്കണ്ഠകൾ, ഇതൊക്കെയാണ് എൻ്റെ വെറുപ്പ്, ഇതൊക്കെയാണ് എൻ്റെ കുറ്റബോധങ്ങൾ. ഇതെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എൻ്റെ മനസ്സിന് ഒരു സ്വാതന്ത്ര്യവും സൗഖ്യവും തരാനായിട്ട് കർത്താവേ, എൻ്റെ അടുത്തേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ മനസ്സിനെ ഒന്ന് തൊടണമേ. സൗഖ്യത്തിൻ്റെ ഒരു സ്പർശനം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടാം. ഈ നീട്ടപ്പെട്ട കരങ്ങളിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളുമുണ്ട്, എല്ലാ ദുഃഖങ്ങളുമുണ്ട്, എല്ലാ സങ്കടങ്ങളുമുണ്ട്, എല്ലാ ഉത്കണ്ഠകളുമുണ്ട്, എല്ലാ നെടുവീർപ്പുകളുമുണ്ട്, എല്ലാ ഭയവുമുണ്ട്, എല്ലാ ആകുലതകളുമുണ്ട്. കർത്താവേ, ഈ ഭാരം വഹിച്ച് ഞാൻ മടുത്തു, ഞാൻ തളർന്നിരിക്കുന്നു, ഞാൻ കുനിഞ്ഞ് നിലം പറ്റിയിരിക്കുന്നു. കർത്താവേ, മുന്നോട്ട് പോകാൻ എനിക്ക് വയ്യ,
എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഓ കർത്താവായ യേശുവേ, അവിടുത്തെ സന്നിധിയിലേക്ക് കരങ്ങളുയർത്തി, ഹൃദയമുയർത്തി, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കേൾക്കണമേ, അവരുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കണമേ. ഈശോയെ, നിന്റെ നാമത്തിന്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ അവരുടെയിലേക്ക് കടന്നു ചെല്ലട്ടെ. മനസ്സിന്റെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. എല്ലാ നിരാശയും ഭയവും ഉത്കണ്ഠയും ആകുലതയും നീങ്ങിപ്പോകട്ടെ. കുറ്റബോധങ്ങൾ വിട്ടുപോകട്ടെ, വെറുപ്പ് വിട്ടുപോകട്ടെ, വാശി വൈരാഗ്യങ്ങൾ വിട്ടുപോകട്ടെ. മനസ്സിന് വലിയ ഭാരങ്ങൾ നീങ്ങിപ്പോകുന്നവരുടെ അനുഭവം ഉണ്ടാകട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവിലൂടെ മനസ്സിന് സമാധാനം നൽകണമേ, ശാന്തത നൽകണമേ, പ്രത്യാശ നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവേ നന്ദി, യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും കർത്താവേ സ്തോത്രം. യേശുവേ, യേശുവേ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുള്ള ഉണ്ടാകാവുന്ന ശാപത്തിൻ്റെയും പൈശാചിക ശക്തികളുടെയൊക്കെ ബന്ധനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ചിലപ്പോൾ ചിലരെങ്കിലും ദുഷ്ടാരൂപികളുടെ പുറകെ അങ്ങോട്ട് പോയിട്ട് പൈശാചിക ബന്ധനം ഉണ്ടായവരാണ്. ചിലർ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ കാരണം നമ്മുടെ മേൽ പൈശാചിക ബന്ധനമുള്ളതാണ്. മറ്റു ചിലർ പാപപ്രവൃത്തികൾക്ക് പോയിട്ട് പൈശാചിക ബന്ധനമുള്ളതാണ്. മറ്റു ചിലർക്ക് ഇതൊന്നുമില്ലാതെ തിന്മ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പല വിധത്തിൽ. ഏത് തരത്തിലുള്ള ദുഷ്ടാരൂപികളുടെ മേലും അവയുടെ പ്രവർത്തനങ്ങളുടെ മേലും യേശുവിന് അധികാരവും ശക്തിയുമുണ്ട്. യേശുവിനെ കണ്ടപ്പോൾ ദുഷ്ടാരൂപികൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പ്രാർത്ഥിച്ചു തുറക്കുക. ഞങ്ങളെ ഉപദ്രവിക്കരുതേ, ഞങ്ങൾ വിട്ടുപൊക്കൊള്ളാമെന്ന് ഈശോയോട് കേണപേക്ഷിച്ച് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ഈശോയുടെ നാമത്തിന് മുമ്പിൽ ഒരു ദുഷ്ടാരൂപിക്കും പിടിച്ചു നിൽക്കുവാനോ നമ്മളിൽ വസിക്കുവാനോ നമ്മളെ ഉപദ്രവിക്കുവാനോ സാധിക്കുകയില്ല. ഈ ഒരു വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് വരാം. കർത്താവ് ഏതെങ്കിലും മാർഗത്തിലൂടെ, ഏതെങ്കിലും വ്യക്തിയിലൂടെ, അഥവാ എൻ്റെ തന്നെ പ്രവർത്തനത്തിലൂടെ എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ എൻ്റെ സാമ്പത്തിക മേഖലയിലോ എവിടെയെങ്കിലും പൈശാചിക ആധിപത്യങ്ങളോ ബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ നസറായനായ ഈശോയുടെ നാമത്തിൽ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഞാനിപ്പോൾ ബന്ധിച്ച് നിർവീര്യമാക്കുകയാണ്. നിങ്ങളുടെ മേലുള്ള, നിങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള, കുടുംബാംഗങ്ങളുടെ മേലുള്ള, സാമ്പത്തിക മേഖലയിൽ, പഠന മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, വ്യക്തിബന്ധങ്ങളിലൊക്കെയുള്ള എല്ലാ പൈശാചിക ആധിപത്യങ്ങളെയും ബന്ധനങ്ങളെയും എല്ലാം നസറായനായ ഈശോയുടെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തോടെ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. ദുഷ്ടാരൂപികൾ നിങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേലിൽ ദുഷ്ടാരൂപികൾക്ക് നിങ്ങളുടെ മേലോ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേലോ, നിങ്ങളുടെ ഭവനത്തിന്റെ മേലോ, സാമ്പത്തിക മേഖല മേലോ യാതൊരു അധികാരവുമില്ല എന്ന് ഈശോയുടെ നാമത്തിൽ കൽപ്പിച്ച് മുടക്കുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ കർത്താവിന്റെ കരത്തിന്റെ നിയന്ത്രണത്തിലാണ്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ്. മാലാഖമാരെ നിങ്ങൾക്ക് കാവൽ നിൽക്കുന്നത്. കർത്താവിന്റെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയിലാണ് നിങ്ങൾക്ക്. തിന്മകൾക്ക് നിങ്ങളുടെ മേലെ യാതൊരു അധികാരവുമില്ല എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, ഈശോയെ നന്ദി. ഈശോയുടെ വിശുദ്ധ കുരിശുകളെ മുദ്രവയ്ക്കുന്നു. തിരുരക്തത്തിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേലെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള എല്ലാ പാപബന്ധനങ്ങളും, ശാപബന്ധനങ്ങളും, പൈശാചിക ബന്ധനങ്ങളും എന്നേക്കുമായി വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാമ്പത്തിക മേഖലകളെ സമർപ്പിക്കാം. അറിയാം, അനേകരെ പ്രത്യേകിച്ച് കോവിഡ് ഒക്കെ വന്ന ശേഷം പ്രത്യേകിച്ചും വലിയ സാമ്പത്തിക ബന്ധനത്തിലാണ്, കടബാധ്യതയിലാണ്,
തൊഴിലില്ലാത്ത അവസ്ഥയിലാണ്, ജീവിക്കാൻ വരുമാനമില്ലാത്ത സാഹചര്യത്തിലാണ്, വലിയ നെടുവീർപ്പുകളോടെ കടന്നു പോവുകയാണ്. ആരും സഹായിക്കാനില്ല. നമുക്ക് കർത്താവിനെ ആശ്രയിക്കാം. നമുക്ക് ദൈവത്തെ വിളിക്കാം. ദൈവത്തിൻ്റെ പക്കൽ എല്ലാത്തിൻ്റെയും സമൃദ്ധിയുണ്ട്. സമ്പത്തിൻ്റെ സമൃദ്ധിയുണ്ട്, ആരോഗ്യത്തിൻ്റെ സമൃദ്ധിയുണ്ട്, മനസ്സമാധാനത്തിൻ്റെ സമൃദ്ധിയുണ്ട്, എല്ലാത്തിൻ്റെയും സമൃദ്ധിയുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ നീട്ടിപ്പിടിച്ചോ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കടബാധ്യതകളെ, സാമ്പത്തിക പരാധീനതകളെ, കൃഷി പരാജയത്തെ, ബിസിനസ് പരാജയത്തെ, തൊഴിലില്ലാത്ത അവസ്ഥയെ എല്ലാം നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, എൻ്റെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും കടബാധ്യതയെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ മേല്, എൻ്റെ സാമ്പത്തിക മേഖലയുടെ മേല് നിന്റെ അനുഗ്രഹിക്കുന്ന കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനത്തെയും വസ്തുവകളെയും കൃഷിയിടത്തെയും വരുമാന മാർഗങ്ങളെയും തൊഴിൽ മേഖലകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കണമേ, എൻ്റെ വരുമാന മേഖലകളെ അനുഗ്രഹിക്കണമേ. എനിക്കുള്ളതിൽ നിന്ന് അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്ത് അത് വർദ്ധിപ്പിക്കണമേ. കർത്താവേ, 5 അപ്പവും 2 മീനും കൊണ്ട് അവിടുന്ന് അനേകരെ ട്രീറ്റ് കർത്താവേ, മിച്ചം വരുത്തിയല്ലോ കർത്താവേ. എനിക്കുള്ള അല്പത്തിൽ നിന്ന് എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, എൻ്റെ വരുമാന മാർഗങ്ങൾ മെച്ചപ്പെടുത്തുവാൻ, എനിക്ക് അധിക വരുമാനം തരുവാൻ, എൻ്റെ സാമ്പത്തിക ക്ലേശങ്ങൾ പരിഹരിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. കർത്താവേ, അതിൻ്റെ കരമുയർത്തി ഈ പ്രിയപ്പെട്ടവരുടെ സാമ്പത്തിക മേഖലകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ സമ്പത്തും വരുമാന മാർഗങ്ങളും വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷുദ്രജീവികളുടെ കൃതികീടങ്ങളുടെ ഉപദ്രവങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സസ്യരോഗങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്ഷുദ്രജീവികളും നിങ്ങളുടെ പറമ്പിനെയും കൃഷിയിടത്തെയും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പറമ്പിനെയും ബിസിനസ്സിനെ, വരുമാന മാർഗങ്ങളെ, തൊഴിലിനെല്ലാം അനുഗ്രഹിച്ചുയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശു ആരാധന. കർത്താവേ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ, അടയാളങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. കർത്താവേ, സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ. ഈ രാത്രി അനേകർക്ക് വാതിലുകൾ തുറന്നു കൊടുക്കണമേ കർത്താവേ. അനേകരുടെ ദാരിദ്ര്യ ദുഃഖങ്ങൾ, കടബാധ്യതകൾ നീക്കി കൊടുക്കണമേ കർത്താവേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. നമ്മുടെ പഠന മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മളിൽ പലരും പഠിക്കുന്നവരായിരിക്കില്ല, പക്ഷെ നമ്മുടെ മക്കളോ സഹോദരങ്ങളോ ഒക്കെ പഠിക്കുന്നവരായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റാത്തവർ, പഠിക്കുന്നത് മറന്നു പോകുന്നവർ, പരീക്ഷ ഹോളിൽ ചെല്ലുമ്പോൾ ഭയം മൂലം എല്ലാം മറന്നു പോകുന്നവർ, പലതവണ പല പരീക്ഷകൾ എഴുതിയിട്ട് വിജയിക്കാൻ പറ്റാതിരിക്കുന്നവർ, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമുക്കിപ്പോൾ ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്താം. അങ്ങനെയുള്ളവർ കരമുയർത്തുന്നു, അവർക്ക് വേണ്ടി ബാക്കി നമ്മളെല്ലാവരും കരമുയർത്തുന്നു. ഓ കർത്താവേ, വല്ല പ്രതീക്ഷയോടുകൂടിയാണല്ലോ മക്കൾ പഠിക്കുന്നത്. എന്നിട്ട് വേണം എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാനെന്ന് അവർ ആഗ്രഹിക്കുന്നു, കുടുംബത്തെ രക്ഷപ്പെടുത്തണവർ ആഗ്രഹിക്കുന്നു. പക്ഷെ കർത്താവെ, പല കാരണങ്ങളിൽ പറ്റുന്നില്ല. പലരുടെയും മനസ്സും മടുത്തിരിക്കുന്നു. പലർക്കും മറ്റൊരു പരീക്ഷ എഴുതാനോ വീണ്ടും ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനോ ഉള്ള സാമ്പത്തിക സ്ഥിതി പോലും ഇല്ല കർത്താവെ. അവരുടെ മേലെ കരുണ കാണിക്കണമേ. അവർക്ക് വേണ്ടി ഞങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി രാത്രി ഞങ്ങൾ നിലവിളിക്കുന്നു. അവർക്ക് വേണ്ടി രാത്രി ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. ഓ ദൈവമേ, പഠിച്ചുകൊണ്ടിരിക്കുന്ന, പരീക്ഷയ്ക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും രാത്രി അവിടെ അനുഗ്രഹിക്കണമേ. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അവരുടെ ഗ്രഹണശക്തിയും ഓർമ്മശക്തിയും എല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. വിവേകം കൊണ്ടും ജ്ഞാനം കൊണ്ടും അവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് അവരെ നയിക്കണമേ. അവരെ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ പഠിപ്പിക്കട്ടെ. അവരുടെ പരീക്ഷ കൊണ്ട് ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. പരിശുദ്ധാത്മാവ് അവരുടെ കരം പിടിച്ച് പരീക്ഷ എഴുതട്ടെ. കർത്താവേ, അങ്ങനെ ഒത്തിരി മക്കള് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാനും പഠിക്കാനും ജയിക്കാനും ജീവനെ കരകയറ്റുവാനൊക്കെയുള്ള വഴി ഈ രാത്രി അവിടെ നിന്ന് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ, അവരുടെ എല്ലാ മക്കളെയും ഞാനിപ്പോൾ
ആശീർവദിക്കുന്നു. അവരുടെ മേലെ ഞാൻ കരം വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ കരത്തോടെ ഉയർന്ന് അവിടുത്തെ കരം കൂടി വെച്ച് അവരെ അനുഗ്രഹിക്കണമേ, അവരെ ശക്തിപ്പെടുത്തണമേ, അവരെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകർക്ക് രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. യേശുവേ, നന്ദി. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മളിവിടെ പറഞ്ഞതും പറയാത്തതുമായ പല പ്രയാസങ്ങളുണ്ട്, അവസ്ഥകളുണ്ട്. അതെല്ലാം നമുക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം, കുടുംബാംഗങ്ങളെ. അവരെവിടെയും ആകട്ടെ, അവരുടെ അവസ്ഥ എന്തുമാകട്ടെ, പറ്റുമെങ്കിൽ അവരുടെ പേര് ഒന്ന് മനസ്സിലോർത്ത് അവരെ കൂടി ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവ്, എന്നെയും അവരെയും അനുഗ്രഹിക്കണമേ, എന്നെയും അവരെയും സുഖപ്പെടുത്തണമേ. എന്നിലും അവരിലുള്ള ബന്ധനങ്ങൾ അത് ശരീരത്തിലോ മനസ്സിലോ ബുദ്ധിയിലോ ആത്മാവിലോ ആകട്ടെ അഴിച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് തർക്കദോഷങ്ങൾക്ക് അടിമപ്പെട്ടവരുണ്ട്, മനസാന്തരം വേണ്ടവരൊക്കെ ഉണ്ടാകാം നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂട്ടത്തിൽ. അവരെല്ലാം സമർപ്പിക്കാം. കർത്താവ്, ഈ രാത്രിയിൽ അവിടുന്ന് വ്യക്തിപരമായിട്ട്, അതെ കർത്താവ്, വ്യക്തിപരമായിട്ട് അവരോരോരുത്തരെയും സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ കൃപ അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി എല്ലാം സമർപ്പിച്ച് സ്തുതിക്കുമ്പോൾ എല്ലാവരുടെ മേലെ വിശുദ്ധ ജലം തളിച്ച് ആശീർവദിക്കും. കർത്താവേ, സ്തോത്രം. ഈശോയേ, എന്നിൽ കനിയേണമേ. ഈശോയേ, എന്നിൽ കനിയേണമേ. ഈശോയേ, എന്നിൽ കനിയേണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയേ, എന്നിൽ കനിയേണമേ. 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 ഈശോയേ, എന്നിൽ കനിയേണമേ.
ഈശോയെ എന്നിൽ കനിയേണമേ, 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 ഈശോയെ എന്നിൽ കനിയേണമേ. ആദരപൂർവ്വം മുട്ടിന്മേൽ നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ജീവിതം മുഴുവനും സമർപ്പിച്ച് കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അത്ഭുത കൃപ ഇതാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അത്ഭുത ശക്തി ഇതാ അവൻ്റെ ആശീർവാദത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. നന്ദി 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 നന്ദി. ആരാധന 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 ആരാധന. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. എഴുന്നേറ്റ് നിൽക്കാം. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. കരങ്ങളടിച്ച് തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമോ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാദൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയായി ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.